സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. ഇങ്ങനെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് വേണ്ടി നടക്കുന്ന കുറെ ആളുകള്, നാട്ടിൽ എന്ത് തോന്നിവാസം പറയാൻ മടിയില്ലാത്ത ആളുകള് പറഞ്ഞാൽ ഉടനെ അതിന് പ്രതികരിക്കാൻ നടക്കുന്നവരാണോ? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. പക്ഷെ അത് ന്യായമായിട്ടുള്ള നമ്മുടെ പൊതുജനത്തിന്, നിങ്ങൾ കോൺഗ്രസ്സുകാരെ പ്രതിപക്ഷം നോക്കണ്ട ശ്രീ അനിൽകുമാർ, പൊതുജനത്തിന് സ്വീകാര്യമായിട്ടുള്ള പ്രതികരണമാണോ ഇത്? എന്റെ ഉണ്ണി, ഞാൻ എന്ത് പറയുമെന്ന് ആലോചിക്കണം. ഞാൻ ചോദിക്കുന്നത്, കമല ഇന്റർനാഷണൽ ഇല്ലല്ലോ, മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു മണിമാളിക ഇല്ലല്ലോ, പക്ഷെ ഇവിടെ പ്രസാഡിയ ഉണ്ടല്ലോ, അവർക്ക് കരാർ കിട്ടിയിട്ടുണ്ടല്ലോ. ആ പ്രസാഡിയയ്ക്ക് മുഖ്യമന്ത്രി മകന്റെ ഭാര്യാപിതാവുമായി സാമ്പത്തിക ഇടപാട് ഉണ്ടല്ലോ. നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ വന്നത്? എനിക്കിന്ന് രണ്ടാലോന്നറിയാം. അങ്ങ് ഇടപെടാതിരിക്കുകയാണ് ഇതിനെല്ലാം മറുപടി പറയാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ പോകില്ല എന്ന് ഉറപ്പുവരുത്തും. എന്നെ പഠിപ്പിക്കാൻ വരരുത്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ആദ്യമായിട്ട് ഈ ക്യാമറ വെക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷമാണ്. കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിൽ. പക്ഷേ ശ്രീ അനിൽകുമാർ, അങ്ങനെയാണെങ്കിൽ താങ്കൾ ദയവായി എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങണേ ദയവായി. ബാക്കി കാര്യങ്ങൾക്ക് ഞാൻ സമയം നിശ്ചയമായും തരാം. പ്രസാഡിയ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവുമായി സാമ്പത്തിക ഇടപാടുണ്ട്. ഈ പ്രസാഡിയ എങ്ങനെ വന്നു എന്ന കാര്യം കെൽട്രോൺ അറിയില്ലെന്ന് കെൽട്രോൺ നുണ പറഞ്ഞു. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. കെൽട്രോൺ അറിയാമായിരുന്നു, രേഖകൾ വന്നു. അപ്പൊ ഈ പ്രസാഡിയയ്ക്ക് എന്താണ് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവുമായി ബന്ധം? ഇത്രയും വസ്തുതകൾ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടേ? ഇതാണ് എന്റെ ചോദ്യം. അതിനൊന്ന് മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ പോയിന്റിലേക്ക് പോകും. താനൊന്ന് സൂക്ഷിച്ചോ, ആട്ടം ബോംബാവുമാരെ. അയ്യപ്പദാസ് ഇത്ര നേരം പറഞ്ഞതിന്റെ മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് ഞാൻ വരും. അത് മറുപടി പറയാതെ പോകുന്ന പ്രശ്നമില്ല. ഉരുളയ്ക്ക് ഉപ്പേരിയ മറുപടി മൗനമാണ് സാറേ നല്ല. മറുപടി പറയേണ്ടതെല്ലാം ഞങ്ങളാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് മറുപടി പറയാനൊന്നുമില്ല. മറുപടി ഞങ്ങളാ പറയുന്നത്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഞാൻ പറയുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നവരെ കുറിച്ചാണ്. അതല്ലല്ലോ നമ്മുടെ ചർച്ച ഇന്ന് ശ്രീ അനിൽകുമാർ. നമ്മൾ കുറെ ദിവസമായി സംസാരിക്കുന്നു. കുടുംബത്തോടെ നിങ്ങൾ നേരെ ആവത്തില്ലെന്ന് സത്യം ചെയ്തിറങ്ങിയിരിക്കുക. അയ്യപ്പദാസ് ഈ ചോദ്യം അവരോട് ചോദിച്ചാൽ ഞാൻ കേട്ടില്ല. ഒന്ന് ചോദിച്ചു. ഇന്ന് അതാണോ തർക്കം? ഞാൻ പറയുന്ന ചോദ്യം UDF കാലത്ത് ക്യാമറ ഉണ്ടായിരുന്നോ എന്നതാണോ തർക്കം? നമ്മുടെ ചർച്ചാ വിഷയം അതാണോ ശ്രീ അനിൽകുമാർ? അല്ല, അതെങ്ങനെ ശരിയാവും? എന്റെ ഒരു ചോദ്യം ഇരിക്കെ താങ്കൾ അതിലേക്കൊന്ന് വന്നിട്ട് വേണ്ടേ? അതിനല്ലേ സംവാദം എന്ന് പറയുന്നത്. ഏതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ സൂനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യും. അവതാരകൻ സമ്മതിക്കുന്നില്ല. അവതാരകൻ സമ്മതിക്കണം. ആദ്യം എന്റെ മറുപടി പറയാം. എന്റെ പാർട്ടിയുടെ. പക്ഷെ എന്റെ ചോദ്യത്തിന് ആകണ്ടേ ശ്രീ അനിൽകുമാർ ഉത്തരം? ഈ പച്ചപ്പാവത്തിനോടാണല്ലോ ചേട്ടന് ഒടുക്കത്തെ പണിയെന്നത്. നിങ്ങളുടെ ചോദ്യത്തിനല്ല മറുപടി, ഇവിടെ ഉന്നയിച്ച എല്ലാ വിഷയത്തിനും മറുപടി. അങ്ങനെ പോയാൽ അത് എന്താവും ശ്രീ അനിൽകുമാർ? അല്ല, ഞാൻ സ്ട്രൈറ്റ് ഒരൊറ്റ ചോദ്യം, താങ്കൾ യെസ് ഓർ നോ പറഞ്ഞു വിട്ടാൽ ഞാൻ ഈ പോയിന്റ് വിടാം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തലയ്ക്കകത്ത് ആൾതാമസം വേണം. ഇത്ര ഗുരുതരമായ ആക്ഷേപം താങ്കൾ കമല ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയില്ലേ? അതായത് എന്റെ ചോദ്യത്തിനല്ലേ മറുപടി പറഞ്ഞു തുടങ്ങിയത്? എങ്കിൽ പിന്നെ എന്റെ ഉപചോദ്യം, ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. കമല ഇന്റർനാഷണൽ ഇല്ല, മുഖ്യമന്ത്രിക്ക് മണിമാളിക, പിണറായി വിജയന് മണിമാളിക ഇല്ല. പക്ഷേ പ്രസാഡിയുണ്ട്, അവർക്ക് കരാറുണ്ട്, അവർക്ക് പ്രകാശ് ബാബുവായി സാമ്പത്തിക ഇടപാടുണ്ട്. മുഖ്യമന്ത്രി പ്രതികരിക്കണം. എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറുന്ന ആലോചിക്കണം. ഒരിക്കലും പ്രതികരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടില്ല? കാരണം ഞാൻ പറയാൻ പോകും. അല്ല, ഈ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ പറയാം. UDF അധികാരത്തിൽ ഇരുന്നപ്പോൾ ക്യാമറകൾ ഏർപ്പെടുത്തിയ ഒരു മാതൃക ഇവിടെയുണ്ട്. ആ മാതൃക എന്ന് പറയുന്നത് 100 ക്യാമറയ്ക്ക് 40 കോടി രൂപയാണ്. ഇത് UDF കാലത്ത് നടപ്പാക്കിയോ ഇല്ലയോ എന്ന് UDF-കാരോട് ചോദിച്ചിട്ടില്ല. അതിൻ്റെ കമ്പനി ഏത് മുഖ്യമന്ത്രിയുടെ, ഏത് മകന്റെ, ഏത് അമ്മായിയപ്പനാണ് എന്ന് ആരും ഇവിടെ വിശദീകരിച്ചിട്ടില്ല. വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. അമ്മായിയപ്പന്മാരെ തപ്പിപ്പോകുന്ന ബിരുദന്മാരോടാ പറയുന്നത്. ശ്രീ അനിൽകുമാർ, അങ്ങനെ ഏതെങ്കിലും അമ്മായിയപ്പന്മാരെ അന്ന് തെരഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് നിങ്ങളത് വേണ്ടെന്ന് വെച്ചതാണോ ഔദാര്യത്തിന്? അയ്യപ്പദാസിന് കേൾക്കാൻ ക്ഷമയില്ലാത്തതിന് കാരണം ഞാൻ ചോദിക്കുന്നത് പൊള്ളുന്നത് UDF-നാണ്. എവിടെ അത് UDF-ന് പൊള്ളിക്കോട്ടെ, പക്ഷെ അങ്ങനെ കഴിഞ്ഞ കുറെ ദിവസമായി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ തന്നെ സംസാരിച്ചിരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ അയ്യപ്പദാസിന്? അയ്യപ്പദാസ് ഉത്തരം പറ. ഏത് ചോദ്യത്തിന്? ഞാനിപ്പോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ അയ്യപ്പദാസ്. അത് സംസാരിക്കാനാണോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയോ അയ്യപ്പദാസ്? എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം താങ്കൾ പറഞ്ഞു. എന്താ മാഷേ ഇത്? 40 ലക്ഷം രൂപ UDF ഭരണകാലത്ത്, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒരു ക്യാമറയ്ക്ക് 40 ലക്ഷമായി എന്ന് തെളിവ് സഹിതം ഉന്നയിച്ചു P. രാജീവ്. നിങ്ങൾക്ക് മറുപടി കിട്ടിയോ? എന്റെ മറുചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ അത് അഴിമതിയാണെങ്കിൽ എന്തുകൊണ്ട് അത് ഉന്നയിച്ചില്ല? ആ സർക്കാരിനെ എന്തുകൊണ്ട് സമ്മർദ്ദത്തിലാക്കിയില്ല? എന്റെ മറുചോദ്യം. അഴിമതിയാണെന്ന് P. രാജീവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല,
അത് ആ സംവിധാനത്തിന് എന്ന് വെച്ചാൽ UDF-ന്റെ കാലത്ത് നിങ്ങൾക്ക് ആക്ഷേപമില്ലായിരുന്നു. അത് ആരുടെ കുഴപ്പം? കിട്ടണം. നിങ്ങൾക്കിത് പോരെ ശരിക്കും. ആക്ഷേപം ഇല്ലാത്തതുകൊണ്ട്, ഞങ്ങൾക്ക് ആക്ഷേപം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് എന്തിനു ഉന്നയിക്കണം? ഇവിടെ ആക്ഷേപമുണ്ട്, അതിനാണ് മറുപടി ആവശ്യം. ഈ പൊണ്ടാരം എന്നെ തൊലച്ചാണ്. എന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ചർച്ചയ്ക്ക് താല്പര്യമില്ല എനിക്ക്. നിങ്ങളൊക്കെ നടത്തുക ചർച്ച, ഞാനില്ല ഈ പരിപാടി. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. അല്ല ശ്രീ അനിൽകുമാർ, താങ്കൾക്കറിയാം ഇന്നത്തെ ചോദ്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കേണ്ട എന്നതാണ്. അപ്പൊ താങ്കൾ നേരിട്ട് അതിനോട് മറുപടി പറയാൻ തയ്യാറല്ല. താങ്കൾ തയ്യാറാക്കി മറ്റു ചില വിഷയങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ഇതിപ്പോ എനിക്ക് മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായി. ആർക്കും അറിയില്ല എന്നാ വിചാരം. പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് താങ്കളുടെ വാദം തെറ്റാണ്. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി കമല ഇന്റർനാഷണൽ പ്രതികരിച്ചോ? സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രതികരിച്ചോ? കളിച്ചത് മതിയായില്ലേ? പുതിയ മറുപടി പറയാൻ പറ്റാത്തൊരു വിഷയമില്ല. ദയവായി കേൾക്കൂ. പിന്നെ എന്തുകൊണ്ട് അല്ലല്ല ശ്രീ അനിൽകുമാർ, താങ്കൾ അല്ലല്ല താങ്കളുടെ പോയിന്റ് താങ്കൾ തന്നെ ഖണ്ഡിക്കരുത്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ആ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടല്ലോ. എങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ എതിരെ നേരിട്ട് ഒരാൾ വന്നിരുന്ന് പരസ്യമായി ഇതൊക്കെ പറയുമ്പോൾ ആർക്കും അങ്ങ് കൊട്ടിയിട്ട് പോകാവുന്ന ചെണ്ടയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല അതിലൊന്നും. അതെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയെ കൊട്ടിയിട്ടുള്ള ഒരു ചാനലാണല്ലോ നിങ്ങളുടെ ചാനല്. നിങ്ങളുടെ കൊട്ടൊന്നും ഏറ്റിട്ടില്ലല്ലോ മുഖ്യമന്ത്രിക്കെതിരെ. അവിടെ നിങ്ങളുടെ കൊട്ടൊന്നും കൊട്ടയല്ല, നിങ്ങൾ വിചാരിക്കും കൊട്ടുന്നുണ്ടോ? ജനാധിപത്യപരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നാൽ, ഈ ആക്ഷേപം ഉയരുക മാത്രമല്ലല്ലോ ശ്രീ അനിൽകുമാർ, സർക്കാർ 2 അന്വേഷണം നടത്തുന്നില്ലേ? സർക്കാരിന്റെ 2 വകുപ്പുകൾ അന്വേഷിക്കുന്നില്ലേ? വിജിലൻസ് അന്വേഷിക്കുന്നില്ലേ? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കുന്നില്ലേ? അല്ലാണ്ട് എന്തെങ്കിലും ഇങ്ങനെ ആകാശത്തൂടെ പറന്നു നടക്കല്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എനിക്കറിയാൻ പാടില്ല. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. അപ്പൊ അതേക്കുറിച്ച് അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് ഒരു ആക്ഷേപം കൂടി വന്നാൽ ഒരക്ഷരം കേരളത്തിലെ ജനത പ്രതീക്ഷിക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന്. ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ സത്യം. ഇനി മറുപടി പറയാൻ സംഭവിച്ചില്ല, ഞാനിത് തിരികെയാണ്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി എനിക്ക് താല്പര്യം. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. രാവിലെ കിട്ടിയില്ലേ? പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്തു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.